ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എനിക്കിത്തിരി കുറവൊക്കെ ഉണ്ട്. പിന്നെന്താ, ഒത്തിരിയും പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് വിജി റെസ്റ്റ് എടുക്കണം. ഒത്തിരി നന്ദിയുണ്ട് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ. അതുകൊണ്ടല്ലേ പറയുന്നത് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും അങ്ങോട്ട് വിട്ടുപോകുന്നില്ല. അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. ഒരു വീടാകുമ്പോൾ നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലേ. പിന്നെന്തുവാ, ഇന്നലെ ഞായറാഴ്ച ഞാൻ ഇട്ടത് നേരത്തെ ഒരു റെസിപ്പി എടുത്തങ്ങ് ഇട്ടതാണ്. കാരണം വീഡിയോ ഒന്നും എനിക്കങ്ങനെ കൂടുതൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുഴപ്പമായിരുന്നു. പിന്നെ കാരണം നമ്മൾ ഈ നോർമൽ എടുക്കുന്ന ഉടനെ ചിലപ്പം ഇവിടുത്തെ സംസാരമൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അങ്ങ് വീഡിയോ എടുത്തിട്ടാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ സോപ്പ് കളയത്തില്ലേ, അത് കളയാതെ ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന പരിപാടിയായത്. താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ കളയുന്ന സോപ്പ് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് കേട്ടോ. കളയാതെ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉപയോഗിക്കാത്ത സോപ്പല്ലാതെ നല്ല പുതിയ സോപ്പ് വാങ്ങിച്ചിട്ടും ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇന്ന് രാവിലെ ഇന്നലത്തെ ചപ്പാത്തി കുറച്ചിരിപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും എഗ്ഗ് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയത്. ഈ മുട്ടയ്ക്കകത്ത് ഞാൻ ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് ഉള്ളത് റേച്ചാനോട് ഉള്ളപ്പം എല്ലാവർക്കും കൊടുത്ത്. അപ്പം ഞാനാണെങ്കിൽ ഈ ചപ്പാത്തി കൂട്ടി ക്യാരറ്റ് നല്ല ടേസ്റ്റായിരുന്നു. ചപ്പാത്തിയും ഈ ക്യാരറ്റ് ഹൽവയും കൂടെ കഴിക്കാൻ, പൂരി ഇതുകൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണെന്ന് ആരോ ഇങ്ങനെയൊന്ന് പറഞ്ഞായിരുന്നാളി. അപ്പം ഞാനിപ്പം ചപ്പാത്തി ഇതുകൂടെ കഴിക്കുന്നത്. അവരൊക്കെ അല്ലാതെ ചപ്പാത്തി കൂടെ അല്ലാതെ അവർ എഗ്ഗ് ചപ്പാത്തിയും പിന്നെ സൈഡ് ഇതിലേതായിട്ട് ഹൽവായും കഴിച്ചു. അപ്പോൾ കൊച്ചിന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എഗ്ഗ് ചപ്പാത്തിയും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്രെഡ് ഞാനൊരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി സവാളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു ഗ്ലാസ്സും കൊണ്ടൊരു ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ മുട്ട ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത ബ്രെഡ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ പ്രൈസമ്മോൻ ഇന്ന് ഫ്രൂട്ട് ഡേ ആയിരുന്നു. ഫ്രൂട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ റേച്ചാൻ അത് വാങ്ങിക്കാൻ പോയി. അടുക്കളയിലെ കോശം കണ്ടോ, എല്ലാം ഇനി ഒന്ന് ഒതുക്കിയെടുക്കണം. എല്ലാം വാരി വലിച്ചിട്ടേക്കുക. ബോറ് ഇത് ബോറല്ലേ റേച്ചാ? റേച്ചാൻ ഗ്രേപ്സ് കറുപ്പും ഗ്രീനും കൊണ്ടുവന്നു. പിന്നെ ബോറെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഈ പിള്ളേർ പോള് കണ്ടിട്ട് പറയുന്നത് ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. പക്ഷേ അത് ഇതിനെ കഴിച്ചും കൂടെ വലുതായിരുന്നു. ഇങ്ങനെ കുഞ്ഞത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിനെ കഴിച്ചും കൂടെ വലുത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ല. അതെന്ന് പറയുന്നത് ഇച്ചിരി അകത്തൊരരിയുണ്ട്, ഇച്ചിരി കുഴ പോലെ ഇരിക്കും. അത്ര അങ്ങ് വലിയ മധുരവും ഇല്ലാത്തതാണ്. അപ്പോൾ അന്ന് കൊണ്ടുവന്നിട്ട് ഇവൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പ്രൈസം വന്ന് തിന്നിട്ട് അത് അവന് ഇഷ്ടമായി. അവൻ അന്നത്തെ ദിവസം തന്നെ ഒരു 4-5 എണ്ണം തിന്നവൻ. ഒന്ന് വായി ഇടാനേ ഉള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഫ്രൂട്ട്സൊക്കെ ഒന്ന് വിനാഗിരിയിൽ ഉപ്പിലൊക്കെ ഇട്ട് അതിന് ശേഷം ആ കൊച്ചിന് അതിൽ നിന്നെടുത്ത് കൊടുത്തത്. അപ്പോൾ പോൾ ഒരെണ്ണം എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ തന്ന് വലിയ കാര്യത്തിൽ ഞാൻ തിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ കൊച്ചിലെ തിന്നിട്ടുള്ളയാ, നിനക്ക് ആ സ്കൂളിൽ തന്ന, അപ്പം നീ ഇത് കഴിക്കത്തില്ലായിരുന്നു, അത് പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കത്തില്ലായിരുന്നു. വാങ്ങിച്ചാൽ ഞാൻ കഴിക്കുമായിരുന്നു. ഇഞ്ചി എത്ര രൂപയാണെന്ന് അറിയത്തില്ല. റേച്ചാൻ വന്നിട്ട് ചോദിച്ചിട്ട് പറയാം. റേച്ചാൻ വന്നിട്ട് പൈസനെ വിടാൻ പോയി. ഇത് വലിയർത്തി
കൂടുതൽ തിന്നാനെടുത്തത്. അവനിഷ്ടം. എനിക്കറിയാം ഇവർക്ക് ഇഷ്ടമല്ലെന്ന്. എനിക്ക് പക്ഷേ ഇഷ്ടം. അധികം മധുരവും ഇല്ല, ഒരിച്ചിരി അകത്തൊരു കൊഴുപ്പ് പോലുണ്ട്. അങ്ങനെ അരിയുണ്ട്. തുണി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പാത്രം കഴുകില്ല, കാരണം അരിയുടെ കാര്യം മറന്നുപോയി. അരി അടപ്പത്തിട്ടിട്ട് എല്ലാം ഇങ്ങോട്ട് ഒതുക്കി ഇട്ടു. ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴുകിയില്ല പാത്രം. പണ്ടൊക്കെ നാട്ടിൽ അരിക്കകത്ത് ഭയങ്കര കല്ല് കാണുമായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ആക്കി ഇടുമായിരുന്നു. ഇപ്പം ഇതിലൊന്നും കല്ലൊന്നും ഇല്ല. ഇപ്പം കല്ലൊന്നും കാണാറില്ല. ഞാൻ എപ്പോഴും എടുക്കുന്ന മുട്ട ഉണ്ടല്ലോ, മുട്ടത്തോട് ഇങ്ങനെ വെച്ചേക്കും. കുറച്ച് വെച്ചു. അപ്പം ചെടികൾക്ക് കാൽസ്യം കിട്ടാൻ ഇത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചിട്ടേ അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയെന്ന് ഞാൻ കണ്ടു ഒരു വീഡിയോയിൽ. എത്ര രൂപയാ ഇഞ്ചിക്ക്? 60. വെളുത്തുള്ളിയുടെ വില ചോദിച്ചായിരുന്നോ? അല്ല, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇഞ്ചിക്ക് കിലോ 60 രൂപ. ഞാൻ പറഞ്ഞില്ലേ സോപ്പിൻ്റെ കാര്യം. ഇവിടെ സോപ്പ് നന്നായി തീരുന്നതിന് മുമ്പിട്ടേ ഇവിടെ ഉള്ളവരെല്ലാം പുതിയ സോപ്പ് എടുക്കും. അപ്പം നല്ലതുപോലെ സോപ്പ് കട്ട ഇങ്ങനെ കുറേ ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കാം. നമ്മൾ ഈ മീനൊക്കെ വെട്ടിയിട്ട് കൈ കഴുകാനും അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഹാൻഡ് വാഷും അങ്ങ് തീർന്നു പോയി. അപ്പം ഞാൻ നേരത്തെ പണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഇങ്ങനെ ഹോം മെയ്ഡ് ഹാൻഡ് വാഷ്. അതെന്ന് പറയുന്നത് നമ്മൾ സാദാ സോപ്പ്, ഇങ്ങനെയുള്ള സോപ്പ് നമുക്ക് ചെയ്യാം. സാദാ സോപ്പ് നമ്മളൊരു പുതിയ സോപ്പ് വാങ്ങിച്ചിട്ട് ഇതേ മെത്തേഡിൽ ചെയ്യാതെ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായി 1 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് അത് തണുക്കുമ്പോൾ നന്നായി കട്ടയായിട്ട് ഇങ്ങനെ നമുക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പം ഞാനിത് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഇവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാനതുകൊണ്ട് ആ ചരുവം നമ്മൾ കുളിക്കാൻ വെള്ളം ചൂടാക്കുന്ന ചരുവമാണ്. സോപ്പൊക്കെ നല്ല മണം ഉണ്ടാകും. തിളച്ചപ്പോഴേ ഒരു മണം മുറിക്കാത്ത വന്നപ്പോഴേ ചോദിച്ചെന്തോ എടുക്കുവാന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. എന്തു വന്നാലും ഞാൻ ഇന്ന് ആ സോപ്പുകളെല്ലാം കൂടെ പല സോപ്പായിരുന്നു, പിയേഴ്സും അങ്ങനെയുള്ള എല്ലാം കൂടെ ചെയ്ത്, അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണേൽ ചെയ്യാം. സോപ്പ് ഇങ്ങനെ കളയാതെ ഇങ്ങനെ ഒന്നീ ഗ്രേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോഴേ അതങ്ങ് സോഫ്റ്റായി അലിഞ്ഞായിരുന്നു. പിന്നെ ഞാനത് തണുത്തതിന് ശേഷം ബോട്ടിലിൽ ഒഴിച്ച് വെച്ച്. എന്നിട്ട് കഴിഞ്ഞ ദിവസം റീച്ചാൻ കൈ കഴുകി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ അനങ്ങാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാന്ന് അതിൻ്റെ അകത്ത്. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പയർ തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് ഞെവിടിയിട്ടൊന്ന് അടപ്പത്തോട്ട് വെക്കട്ടെ. കാരണം അത്രയും സോപ്പ് കളയുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ. അല്ലാതെ ഹാൻഡ് വാഷ് ഇപ്പോൾ എമർജൻസിക്ക് ഞാനെന്നാൽ അതങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അവർ ഉപയോഗിച്ചില്ലെങ്കിലും ഞാനതെടുപ്പോൾ ഇനി കിച്ചണിലെടുത്ത് വെക്കും. എനിക്കിങ്ങനെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൈ കഴുകാനായിട്ടൊക്കെ. അവർക്കിപ്പം വേറെ പുതിയത് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു വെക്കും. ഇങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു മെത്തേഡ് കാണിച്ചതാണ്. അത് ചെയ്യുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സോപ്പ് അങ്ങ് ഗ്രേറ്റ് ചെയ്യണം. ഗ്രേറ്റ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഈ സോപ്പിനെ നന്നായിട്ടങ്ങ് നമ്മൾ ചൂടാക്കുമ്പോഴേ അങ്ങ് ഉരുകും. അതിൻ്റെ അകത്ത് പിന്നെ 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനൊക്കെ ഒഴിച്ച് അത് നന്നായി കുറച്ച് നേരം തിളപ്പിക്കുന്ന ഉടനെ, അത് തണുക്കുന്ന ഉടനെ അതങ്ങ് നന്നായിട്ട് ഇച്ചിരി തിക്കാവും. എന്നിട്ടത് ഒന്നുകൂടെ നന്നായിട്ട് കലക്കിയിട്ട് ബോട്ടിലൊഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ തോരനൊക്കെ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ നാളായി ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊരു സാമ്പാർ വയ്ക്കാമെന്ന് വെച്ച്. വെച്ചാൽ ഈ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം
എനിക്ക് അവിയൽ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവിയലിൻ്റെ സാധനം കൊണ്ടുവന്നതാണ്. പക്ഷേ അവിയലിൻ്റെ സാധനം കൊണ്ടുവന്നത് സാമ്പാറിൻ്റെ അതിൻ്റെ അകത്ത് ഈ അമരയ്ക്കയും, ഞാൻ സാധാരണ അവിയലിൻ്റെ അകത്ത് അമരയ്ക്കൊന്നും ഇടാറില്ല. അത് കൊണ്ടുവന്നത് ഈ മൊത്തം സാമ്പാറിൻ്റെ കഷ്ണമായിരുന്നു. അറിയത്തില്ല പാവത്തിന് എന്തൊക്കെയായിരുന്നെന്ന് വേണ്ടിയേ. അപ്പം ഞാൻ അന്നേരം അങ്ങ് ഇച്ചിരി കോളിഫ്ലവറും ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടെ അങ്ങ് ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം കളയേണ്ടെന്നും പറഞ്ഞ് അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് അങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നും ചിലപ്പം ഞാൻ സാമ്പാറും ഈ കഷ്ണങ്ങളും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ട് ലാസ്റ്റിൽ ഈ പൊടി ചേർക്കും. അങ്ങനെയും ചേർക്കാറുണ്ട്. കടുക് വറുക്കുന്ന സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ചില സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവ എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാറുണ്ട്. ഇന്ന് ചൂടും ആക്കിയില്ല, ഒന്നും ആക്കിയില്ല. ഉലുവപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത്, അതുപോലെ പച്ചയ്ക്ക് മില്ലിൽ നിന്ന് വാങ്ങിച്ചായതുകൊണ്ട് അത്ര പച്ചച്ചവയൊന്നും വരത്തില്ല. അതുകൂടെ ചേർത്തിട്ട് ഞാനെന്നാൽ ടൊമാറ്റോ ഇതിൻ്റെ അകത്ത് ചേർത്ത് 2-3 ടൊമാറ്റോ ഇന്ന് ചേർത്തു. പുളി ഇന്ന് അങ്ങനെ ചേർക്കണ്ടെന്നും പറഞ്ഞാൽ ടൊമാറ്റോ ചേർത്തത്. പക്ഷേ ഈ ടൊമാറ്റോയ്ക്ക് പുറമേ നല്ല പഴുത്ത് തുടുത്തിരിക്കുവാണേലും പുളിയേ ഇല്ല. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് ഇതൊന്ന് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ച്, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് നോക്കിയുണ്ടേ പുളി കുറവാണ്. പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കേണ്ടി വന്നു. എനിക്ക് സാമ്പാറും ചപ്പാത്തിയും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ചിലപ്പം പ്രൈസം മോൻ അങ്ങനെ കഴിക്കും, ഇവരാരും കഴിക്കാറില്ല. ഞാൻ അന്നേരം മുരിങ്ങയ്ക്ക ഇപ്പോഴാണ് ഇട്ടത്. കാരണം കുക്കറിൽ മുരിങ്ങയ്ക്ക അടിക്കുവാണെങ്കിൽ, വിസിലടിക്കുവാണെങ്കിൽ അതങ്ങ് വെന്തളിഞ്ഞ് പോകത്തില്ലേ. അതുകൊണ്ട് ഇപ്പം മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പുളി നോക്കിയാണെങ്കിൽ പുളി ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി പുളി ഇങ്ങനെ പിഴിഞ്ഞ് ചേർത്തു. അതിൻ്റെ അകത്ത് ഞാൻ ഇത്തിരി തരി മണൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ അരിച്ച് ചേർത്തത്. ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മുരിങ്ങയ്ക്ക എളുപ്പം വേവുമല്ലേ. അതിൻ്റെ അകത്തിട്ട് തിളച്ചതിന് ശേഷം പിന്നെ കടുക് വറക്കും. മുരിങ്ങയ്ക്ക ഇവിടെ കൊച്ചിനും അപ്പച്ചനും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഈമ്പി എടുക്കും. കൊച്ചന് ഭയങ്കര ഇഷ്ടമാണ്. പോൾ തൊടത്തില്ല. ഡാഡിക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് എടുത്ത് കൊടുക്കും ഇവർക്ക്. കടയിൽ നിന്ന് ഇപ്പം സാധനം വാങ്ങിച്ച ഇത് പോഹ 49 രൂപ 1/2 കിലോ, സവാള 2 കിലോ 80, പൊട്ടറ്റോ 35. ഇതെത്ര 40 തോന്നുന്നു. പിന്നെ പാവ് ഭാജി മസാല, പഞ്ചസാര 40, ശർക്കര 46, റവ 48, ലാപ്സി 41, തേങ്ങ 3 എണ്ണം വാങ്ങിച്ചു. ഇത് ഒരെണ്ണം 35. നമുക്ക് എന്താ കുഞ്ഞാണി തേങ്ങ. ചിലപ്പോൾ കിട്ടുന്ന തേങ്ങ ഇതിനേക്കാൾ ചെറുതായിരിക്കും. നമുക്ക് ചിരവേ വെച്ച് തിരുവാൻ പറ്റത്തില്ല. അത് പൊട്ടിച്ച് കഴത്തിയെടുത്ത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാനേ ഒക്കത്തുള്ളൂ. അപ്പം ഇതൊരു ടൈപ്പേ വരുന്നുള്ളെന്നാണ് പറയുന്നത്. പണ്ട് 10 രൂപയ്ക്കൊക്കെ ആയിരുന്നു സവാള കിലോ. പണ്ടെന്നൊന്നും അല്ല, ഈ കുറച്ച് നാൾ മുമ്പോട്ട് വരെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ എന്ന് കുറയുന്നോ എന്തോ ആർക്കറിയാം. ഇപ്പം ആരും അങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ലല്ലോ, പിന്നെന്തോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും.
ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.